എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അധികം ഓയിലൊന്നും ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് നമുക്ക് ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പലഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റ് കറികളുടെ ആവശ്യമൊന്നുമില്ല. വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ വേണമെങ്കിൽ നമുക്കിത് കൊടുത്തു വിടാനായിട്ട് ഉത്തമം തന്നെയാണ്. തയ്യാറാക്കിയെടുക്കാൻ അധികം മെനക്കേടൊന്നുമില്ല. ഈ രുചികരമായിട്ടുള്ള പലഹാരം തയ്യാറാക്കുന്ന വിധം വേഗത്തിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പുഴുക്കലരിയാണ് ആവശ്യം. 1 കപ്പ് അളവിൽ അരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. കുറച്ചധികം സമയം സോക്ക് ചെയ്ത് വെച്ചാൽ നല്ലതുപോലെ കുതിർന്ന് കിട്ടുകയുള്ളൂ. ഏകദേശം ഒരു 6 മണിക്കൂറോളം ഞാൻ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. നമ്മൾ കഴുകിയാണ് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നത്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വാർന്നു പോയ ശേഷം നമുക്ക് അരച്ചെടുക്കണം. ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ചിരകിയത് ആവശ്യമുണ്ട്. ഒരു 3/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ എത്രത്തോളം കൂടുതൽ ചേർത്ത് കൊടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതൽ തന്നെ കിട്ടും. തേങ്ങയോടൊപ്പം ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കണം. ഒത്തിരി അങ്ങ് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. അരച്ചെടുത്ത തേങ്ങയുടെയും ജീരകത്തിൻ്റെയും കൂട്ടൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഞാൻ ഈ ഒരു രീതിയിൽ ഒതുക്കിയെടുത്തത് മാത്രമേ ഉള്ളൂ, അരഞ്ഞു പോകരുത്. ഞാനിവിടെ മധുരമില്ലാതെയാണ് ഈ പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് മധുരമൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തേങ്ങയുടെ കൂട്ടത്തിൽ ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് ഒതുക്കിയെടുത്താൽ മതി. ഇനി നമ്മൾ കുതിർത്ത് വാല വെച്ചിരിക്കുന്ന അരി മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചു കൊടുക്കുകയാണ്. ചെറിയ ക്വാണ്ടിറ്റിയിലായതുകൊണ്ട് ചെറിയ മിക്സിയുടെ ജാറിലാണ് ഇവ അരച്ചെടുക്കുന്നത്. ലേശം വെള്ളം ചേർത്തിട്ട് നമുക്കിത് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഒത്തിരി വെള്ളം കൂടി പോകാതെ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ആവശ്യമായിട്ടുള്ള വെള്ളം നോക്കിയിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരിയില്ലാതെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത് അരച്ചെടുക്കാനായിട്ട്. ഈ അരച്ച കൂട്ടം നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒതുക്കിയെടുത്ത തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. നമ്മളിതൊരു കൊഴുക്കട്ടയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അരച്ചെടുക്കുമ്പോൾ. നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ ലേശം വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പഴയ കാലത്ത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇങ്ങനെ നമ്മൾ അരച്ച് ഉരുട്ടി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പുഴുക്കലരി ആയതുകൊണ്ട് കുറച്ച് സമയം നമ്മൾ ഏറെ നേരം കുതിർത്ത് വെച്ചാലേ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പഴയ കാലത്ത് ഇത് അമ്മിക്കല്ലിലൊക്കെ ഇട്ട് അരച്ച് നമ്മൾ ഉരുട്ടി കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കുമല്ലോ, അതാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. ഈ മിക്സ് ചെയ്ത കൂട്ടിനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. ഏറ്റവും ചെറിയ ഉരുളകളായിട്ട് തന്നെ ഉരുട്ടിയെടുക്കുന്നതാണ് ടേസ്റ്റ്. കാരണം നമ്മളിവിടെ വേറെ മധുരമൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് ചെറിയ ഉരുളകളായിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക. ഈ ഒരു രീതി നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഈവനിങ്ങിലൊക്കെ ചായയോടൊപ്പം കുട്ടികൾക്ക് സെർവ് ചെയ്യാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. ജീരകവും തേങ്ങയും ഒക്കെ കുറച്ച് ഏറെ തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറും തന്നെ കിട്ടും ഈ ഒരു കൊഴുക്കട്ടയ്ക്ക്. ഇവിടെ ഞാനിത് ആവിയിൽ വേവിച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഈ കൊഴുക്കട്ടയുടെ ബോൾസുകൾ ഇട്ട് കൊടുത്ത് അങ്ങനെ നമുക്ക് തിളപ്പിച്ച് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയതാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലോട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് ഒന്നും കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഓരോ ബോൾസും നമ്മൾ ആ തേങ്ങയുടെ കൂട്ടിലൊന്ന് റോൾ ചെയ്ത ശേഷം കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. അങ്ങനെയാണെങ്കിലേ ആ തേങ്ങാപ്പീരയെല്ലാം ആ ബോൾസിൽ കറക്റ്റായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുകയുള്ളൂ. ഉരുട്ടി വെച്ചിരുന്ന ബോൾസുകളെല്ലാം ഇതുപോലെ തേങ്ങയുടെ ആ ഒരു കൂട്ടിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം കൊള്ളിച്ചെടുക്കേണ്ട താമസമേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം.
ഇഡ്ഡലി പാത്രത്തിലോട്ട് ഒരു വാഴയില ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാഴയില ആയതുകൊണ്ട് കുറച്ച് ദിവസമായതുകൊണ്ടാണ് ഇതുപോലെ വാടിയതുപോലെ ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള ഇലയുണ്ടെങ്കിൽ അത് തന്നെ വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. ആ ആവിയിൽ ആ ഇലയുടെ കൂടെ ഇത് വെന്ത് വരുമ്പോൾ. ഇനി നമുക്കിതൊന്ന് ആവി കൊള്ളിച്ചെടുക്കാം. 10 മിനിറ്റോളം ഞാൻ ആവി കൊള്ളിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ബോൾസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ആവിയിൽ ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെയാണ്. ഈ ഒരു രീതിയിൽ വെന്ത് വരുമ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനകത്തൊരു മസാലക്കൂട്ടും കൂടെ കൊടുത്തിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ലേശം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കല്ലാതെ തന്നെ ആവിയിൽ വേവിച്ചത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഒരു 2 വറ്റൽമുളക് നുറുക്കിയതും കുറച്ച് കറിലീഫും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 3/4 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഈ പൊടികൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാനിന് നല്ല ചൂടായതുകൊണ്ട് പൊടികൾ പെട്ടെന്ന് ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞൻ കൊഴുക്കട്ടയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ള മസാല കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് ആ ഒരു രീതിയിലും കഴിക്കാവുന്നതാണ്. കാരണം ഉരുളകളൊന്ന് മാറ്റിയിട്ട് ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഈ മസാല കൂട്ട്. ഈ ഒരു രീതിയിൽ കഴിക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവിയിൽ വേവിച്ച് അല്ലാതെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുത്തിട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വറവിട്ടെടുത്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റ് കറികളോ ഒന്നും ആവശ്യമില്ല. പഞ്ചസാരയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ചൂട് ചായക്കൊപ്പം ഇതേലെ ഒരു പീസും കൂടി ഇങ്ങനെ പെറുക്കി കഴിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല. ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നമ്മൾ മധുരമൊന്നുമില്ലാതെ തയ്യാറാക്കിയെടുക്കുമ്പോൾ കുഞ്ഞൻ കൊഴുക്കട്ടകളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കണം. എന്നാലേ അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് കാണുകയുള്ളൂ. അപ്പോൾ കൂട്ടുകാർ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറന്നു പോകരുത്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.